Welcome to Angle B Learn. I'm Sneha, working as an academic research associate at Angle B Learn. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ലേണേഴ്സിനെ കുറിച്ചിട്ടാണ്. ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു പുതിയൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാണ്ടായി പോകുന്ന, എക്സാമിന് മാർക്ക് കുറയുന്ന, ക്ലാസ്സിൽ മറ്റു കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാണ്ടായി പോകുന്ന കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ലേണേഴ്സ് എന്ന് പറയുന്നത്. അതായത് ബേസിക് സ്കിൽസ് ലാക്ക് ചെയ്യുന്ന കുട്ടികൾ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് വളരെ എസെൻഷ്യൽ ആൻഡ് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട്. അതായത് റീഡിങ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, അതുപോലെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ല്, അങ്ങനെയുള്ള സ്കിൽസ് ലാക്ക് ചെയ്യുന്ന, ആ ഒരു സ്കില്ല് ലാക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ എക്സാമിന് മാർക്ക് കുറയുന്ന, പുതിയൊരു കോൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ലേണേഴ്സിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അവർ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അതിനെന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതായത് അവരെ നമുക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോർ കോൺസെപ്റ്റുമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം. സ്ട്രഗിൾ വിത്ത് കോർ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റീഡിങ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, അരിത്തമാറ്റിക് സ്കിൽസ്, അങ്ങനത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ സ്കിൽസ് അവർ ലാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അവർക്കത് അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് അവർ അവിടെ സ്റ്റക്കായി പോകും. അതുപോലെ അവർക്ക് കണക്ട് ചെയ്യാൻ കുറേ ഡിഫിക്കൽട്ടായിരിക്കും. അതായത് മുന്നേ പഠിച്ചൊരു കാര്യം അവർക്ക് ഒന്നെങ്കിൽ അവർ പഠിക്കാത്തതുകൊണ്ട് അറിയണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർ മറന്നു പോയിട്ടുണ്ടാവും. എങ്ങനെയാണെങ്കിലും ആ മുന്നേ പഠിച്ച കാര്യം അവർക്ക് അവിടെ 0 ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതേ ഒരു ടോപ്പിക്കിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ കാര്യം, ആ ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്ക് വരുന്ന സമയത്ത് അത് അതേ ക്ലാസ്സിലാവും, അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കാം. അപ്പോൾ ആ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ടോപ്പിക്ക് വരുന്ന സമയത്ത് ആ കുട്ടിക്ക് മുന്നേ പഠിച്ചതായിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ സ്റ്റക്ക് ആവാറുണ്ട്. അതുപോലെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അതായത് അവരെപ്പോഴും ശ്രമിച്ചിട്ട് പോലും ഈ ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ട്, ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മാർക്ക് കുറവായിരിക്കും, ഗ്രാസ്പ് ചെയ്യാനുള്ള അബിലിറ്റി കുറവായിരിക്കും, കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം എപ്പോഴും ആ ഒരു കോൺഫിഡൻസ് അവർക്ക് എപ്പോഴും കുറവായിരിക്കും. അതുപോലെ അവർക്ക് കൂടുതൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് മറ്റുള്ള സാധാരണ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി ആ ടോപ്പിക്കിൻ്റെ ബേസ് മുന്നേ ക്ലാസ്സുകളിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ മുന്നേ ക്ലാസ്സിൽ കിട്ടേണ്ട ബേസ് ഇല്ലാത്തത് കാരണം ഒരു ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ലേണർക്ക് അത് കുറച്ചുകൂടി സ്ട്രഗ്ലിംഗ് ആണ്, കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ മതിയാവില്ല, അവർക്ക് കുറച്ചുകൂടി എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇത്രയും ഈ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതും ഈ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് ലിങ്ക് ചെയ്ത് അവർക്ക് മനസ്സിലാവാനുള്ള ടൈം, ആ ഒരു പ്രോസസ്സിങ്ങിനുള്ള ഒരു ടൈം കൊടുത്ത്, അങ്ങനെ അവർക്ക് കുറച്ചധികം സപ്പോർട്ട് ആവശ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ ഒരു ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ലേണറെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ബേസിക് കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ട് ഒരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്. അവർക്ക് ബേസ് അറിയാത്തതുകൊണ്ട് എപ്പോഴും ഈ പുതിയ ഇത് പഠിക്കുന്ന സമയത്ത് മുന്നേ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഈ ഒരു പുതിയ കോൺസെപ്റ്റിൽ അപ്ലൈ ചെയ്യണം, എങ്ങനെ അത് മനസ്സിലാക്കണം, എങ്ങനെ അത് ഗ്രാസ്പ് ചെയ്യണം, അത് എക്സാമിന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് അറിയാനും ചെയ്യാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ ഈ കോൺഫിഡൻസ് ഇഷ്യൂസ് അവർക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ അക്കാദമിക് പ്രോഗ്രസ് അവരിൽ സെൽഫ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പോലും അവർക്കൊരു പ്രോഗ്രസ് കാണാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് എപ്പോഴും ആ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നം വരും. ക്ലാസ്സിലെ മറ്റു കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ആൻസർ പറയുന്നു, പക്ഷേ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു കോൺഫിഡൻസ് ഇഷ്യൂസ് അവർക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഗ്യാപ്സ് കണക്ട് ചെയ്യാനുള്ള ഒരു സ്കിൽ അവർക്ക് കുറവായിരിക്കും. മുന്നേ പഠിച്ച കാര്യങ്ങളും ഇപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ ടോപ്പിക്സ് വരുന്ന സമയത്ത് അത് തമ്മിൽ കണക്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കണക്ട് ചെയ്യാനുള്ളൊരു സ്കില്ല് വളരെ കുറവായിരിക്കും. അതുപോലെ ഒരുപാട് നേരം വേണ്ടി വരും അവർക്ക് ഒരു കാര്യം പഠിച്ചെടുക്കാൻ. പുതിയൊരു ടോപ്പിക്, ഒരു അഡ്വാൻസ്ഡ് ലെവൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൻ്റെ കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടിയ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് അവർക്കത് പ്രോസസ്സ് ചെയ്യാനും ഗ്രാസ്പ് ചെയ്യാനൊക്കെ കുറച്ചധികം ടൈം അവർക്ക് കൺസ്യൂം ചെയ്യേണ്ടി വരും.
അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബ്രിഡ്ജ് ഗ്യാപ്പ് ഉള്ള ഒരു ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇൻട്രാക്റ്റീവ് ലേണിംഗ് ടൂൾസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻട്രാക്റ്റീവ് ലേണിംഗ് ടൂൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കൊളാബറേറ്റീവ് വൈറ്റ് ബോർഡ്, ഇപ്പോൾ ഓൺലൈൻ ത്രൂ പഠിപ്പിക്കുന്നതാണെങ്കിൽ നമുക്കൊരു കൊളാബറേറ്റീവ് വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ആ കുട്ടീനെ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യമായിട്ട് വരേണ്ടത്. ഇപ്പോൾ ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ റോൾ പ്ലേ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടീനെ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടി കോൺസെപ്റ്റ് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഡെയിലി ക്വിസസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പുതിയ ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് അതിൻ്റെ ബേസ് അവർക്ക് എത്രത്തോളം അറിയാം, ആ ഒരു കുട്ടിയുടെ ലെവൽ എന്താണ് ആ ഒരു ടോപ്പിക്കിൽ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റാൻഡമായിട്ട് ക്യൂസസ് ചോദിക്കാൻ പറ്റും. അപ്പോൾ ആ കുട്ടി പറയുന്ന ആ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് എത്രത്തോളം ആ ഒരു സബ്ജക്റ്റിൽ നോളജ് ഉണ്ട്, ആ ഒരു ടോപ്പിക്കിൽ എത്രത്തോളം നോളജ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പോയിന്റ് മുതൽ നമുക്ക് പുതിയ ടോപ്പിക്കിൻ്റെ കാര്യങ്ങൾ ആ ഒരു കാര്യം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ കുട്ടിക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഗ്യാപ്പ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ലെവൽ അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് എത്രത്തോളം ലെവലുണ്ട്, എന്താണ് ആ കുട്ടിയുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ ആ ഒരു ടോപ്പിക്കിൽ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിന് നമുക്ക് ക്യൂസസ് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിൻ്റെ ബേസ് കാര്യങ്ങൾ നമുക്ക് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്താം. അങ്ങനെ ആ കുട്ടിയുടെ ലെവൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പഠിപ്പിക്കുന്ന സമയത്ത് മാക്സിമം ആ ഒരു കാര്യം ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിപ്പിക്കുക. ഇപ്പോൾ ഒരു മാത്സിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും മൾട്ടി സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് ആണെങ്കിൽ പോലും അതിനകത്ത് ഓരോ സ്റ്റെപ്പും നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് കുട്ടീനെ പഠിപ്പിക്കുക. അതുപോലെ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നതാണെങ്കിലും അത് എങ്ങനെ ഏതൊക്കെ സെൻറ്റൻസ് വരും, ഏതൊക്കെ വേർഡ്സ് കൂട്ടി വെക്കണം, എവിടെ ഏത് വെർബ് എവിടെ വരും, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇങ്ങനെ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഏറ്റവും സിമ്പിൾ കാര്യത്തിൽ നിന്ന് കോംപ്ലക്സ് കാര്യങ്ങളിലേക്ക് പോകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് കുട്ടീനെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മാക്സിമം റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്യുക. പഠിപ്പിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം വേറെ ഏതോ യൂണിവേഴ്സിൽ നടക്കുന്ന എന്നുള്ള രീതിയിലല്ലാണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ നമുക്ക് ആ കാര്യം അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. ആ കുട്ടിക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് കിട്ടുന്ന സമയത്ത് കുട്ടിക്ക് ഓർത്ത് വെക്കാനും ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫൗണ്ടേഷണൽ ഗ്യാപ്പ് ലേണർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീക്യാപ്പ് ചെയ്യുക എന്നുള്ളത്. പഠിച്ച കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും അത് റീക്യാപ്പ് ചെയ്യാൻ എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അവരിൽ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അവരെ മാക്സിമം ഇൻട്രാക്ട് ചെയ്യിപ്പിച്ച് എൻഗേജ് ചെയ്യിപ്പിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇപ്പോൾ മുന്നേ ഒരു 10 മിനിറ്റ് എടുത്ത ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തന്നെ സെൽഫ് അനാലിസ് ചെയ്യാൻ പറ്റും. എത്രത്തോളം ഞാൻ ഇമ്പ്രൂവ്ഡ് ആയി, എത്രത്തോളം മാർക്ക് ഇപ്പോൾ എക്സാമിന് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവല് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കാൻ പറ്റും. അതുപോലെ ഫൗണ്ടേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ പറ്റും. അതുപോലെ എൻഗേജ്മെൻറ്റ് ഒരു അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള എൻഗേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റുഡൻസിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് നിർബന്ധമായിട്ടല്ല നമുക്ക് ഉറപ്പായിട്ടും അവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു.